അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ക്ലീനിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. എന്താണെന്നല്ലേ, നമ്മൾ നോമ്പിന്റെ നനച്ചോളി പരിപാടിയൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്റേതും കഴിഞ്ഞതാണ്. ആ ഒരു സമയത്ത് എടുത്തതാണ് ഈ ഒരു വീഡിയോ. ഇത് ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് ആക്കി എടുക്കാം, അധിക പേർക്കും ഉപകാരപ്പെടുന്നതായിരിക്കുമല്ലോ. അപ്പൊ വേറെ ഒന്നുമല്ല, നമ്മൾ കുറെ കാലമായിട്ട് യൂസ് ചെയ്യാതെ മാറ്റി വെച്ചതും ഇതുപോലെ കരി കട്ട പിടിച്ചതും തുരുമ്പിച്ചതും ഒക്കെ ആയിട്ടുള്ള ഇരുമ്പിന്റെ ദോശക്കല്ല്, ചീനച്ചട്ടിയൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ എളുപ്പത്തിൽ എങ്ങനെയാണ് ആ ഒരു തുരുമ്പും കരിയൊക്കെ മാറ്റിയിട്ട് വൃത്തിയാക്കി എടുക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൂടുതലും ദോശ ആയതുകൊണ്ട് തന്നെ എൻ്റെ ദോശക്കല്ല് വളരെ പരിതാപകരമായിട്ടാണ് ഉള്ളത്. കാരണം നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു പിടിക്കുന്ന ഭാഗത്തൊക്കെ കരി കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഏതെങ്കിലും ഡിഷ് വാഷിംഗ് ലിക്വിഡ് എടുത്തിട്ട് നല്ല രീതിയിൽ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇത് സ്ക്രബ് ചെയ്തിട്ട് ക്ലീൻ ആക്കുക ഫസ്റ്റ്. എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലോണം ചൂടാക്കി എടുക്കുക. ദോശക്കല്ലും ചീനച്ചട്ടിയും ഒക്കെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണേ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയാലും ഇങ്ങനെ തന്നെ ചെയ്യാം. ആദ്യം നമ്മളിത് ക്ലീൻ ആക്കുക. എങ്ങനെയാണ് സാധാരണ പോലെ ലിക്വിഡ് ഇട്ടിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് ചൂടാക്കി എടുക്കുക. അപ്പം ഞാനിതിപ്പോൾ ഇതാ ദോശക്കല്ല് ആദ്യം ചെയ്യുന്നുണ്ട്. നല്ലോണം സ്റ്റൗവിൽ വെച്ച് ചൂടായതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഏത് ഉപ്പായാലും കുഴപ്പമില്ല. ഞാനിപ്പം യൂഷ്വലി യൂസ് ചെയ്യുന്നത് നമ്മളെ ഹിമാലയൻ പിങ്ക് സോൾട്ട് ആണ്. അപ്പം അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലായിടത്തും ആ ഒരു ദോശക്കല്ലിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ഉപ്പ് എത്തുന്ന തരത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ദോശക്കല്ല് നല്ലോണം ചൂടാകണം. നല്ലോണം ചൂടായിട്ടുള്ള ദോശക്കല്ലിൽ ആ ഒരു ഉപ്പിട്ട് കൊടുത്തിട്ട് ഉപ്പ് എല്ലാ സൈഡിലും എത്തുന്ന തരത്തിൽ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം തന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഓൾറെഡി വെച്ച് കൊടുക്കണേ. എന്നിട്ട് അപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും സൈഡിൽ കട്ട പിടിച്ച് കിടക്കുന്ന ആ ഒരു കരിയൊക്കെ ഈ ഒരു തവി വെച്ചിട്ട് ഇളക്കിയെടുക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഇളകി വരുന്നത് കാണേ. പക്ഷെങ്കിൽ ആ ഒരു സമയത്തൊന്നും നമ്മളിത് ഓഫ് ചെയ്യരുത് സ്റ്റൗ. ഇതുപോലെ ഉപ്പ് നല്ലോണം കളർ മാറി ബ്രൗൺ കളറാകുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തവി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ നല്ല രീതിയിൽ ആ ഒരു കട്ട പിടിച്ച് കിടക്കുന്ന കരിയുടെ ഭാഗങ്ങൾ ഇളക്കിയെടുത്താൽ കണ്ടില്ലേ, എളുപ്പത്തിൽ നമുക്കിത് പോയി കിട്ടുക. നമ്മൾ അല്ലാതെ സാധാരണ പോലെ എത്ര സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചെടുത്താലും ഇതങ്ങനെ എളുപ്പത്തിൽ പോവില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ പോവാന്നല്ലാതെ മുഴുവനായിട്ട് പോയി കിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഉപ്പിട്ടിട്ട് ചൂടാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. എളുപ്പത്തിൽ എത്ര കട്ട പിടിച്ച കരിയാണെന്നുണ്ടെങ്കിലും നമുക്കത് പോയി കിട്ടും. ഇനി ഇത് നമ്മൾ വീണ്ടും ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ലിക്വിഡ് ഇട്ടിട്ട് തന്നെ നല്ലോണം സ്ക്രബ് ചെയ്ത് കഴുകി എടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ആ ഒരു ഉപ്പിടുന്ന പ്രോസസ്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് മുഴുവനായിട്ടുള്ള കരി നമുക്ക് എളുപ്പത്തിൽ പോയി കിട്ടും. ബാക്കി കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും നമ്മളെ ഉപ്പിടുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ മറ്റുള്ള സ്റ്റൗവിൽ ഞാൻ ആ 2 ചീനച്ചട്ടിയും ഇതുപോലെ തന്നെ ഉപ്പിട്ടിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അതിൽ ഒരു ചീനച്ചട്ടി അത്യാവശ്യം നല്ല രീതിയിൽ ദോശക്കല്ല് പോലെ തന്നെ കരി ഉള്ളതായിരുന്നു. പിന്നെ ഈ കാണുന്നത് ചെറുത്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല. കാരണം നമ്മളെ നെയ്യപ്പം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രം എടുക്കുന്നത് കൊണ്ട് ഇതധികം വൃത്തികേടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മറ്റേ ചീനച്ചട്ടി ഇതിലും കുറച്ചുകൂടി വലുപ്പമുള്ള ആ ഒരു ചീനച്ചട്ടിയിലാണ് അത്യാവശ്യം ഉപ്പേരിയും കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നതും പിന്നെ ഓരോ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്യുന്നതും. അതുകൊണ്ട് അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് കരി കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ചീനച്ചട്ടിയും ഇതുപോലെ ദോശക്കല്ലുമാണ് ക്ലീൻ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ രണ്ടാമതും ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ വീണ്ടും സ്ക്രബ്ബർ വെച്ചിട്ട് ലിക്വിഡ് വെച്ചിട്ട് നല്ലോണം തേച്ച് ഉരച്ച് കഴുകുക. എന്നിട്ട് ഏതെങ്കിലും ഭാഗത്ത് കരി ഇതുപോലെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഷാർപ്പുള്ള തവിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചുരണ്ടി എടുത്താൽ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു കരി മാറിക്കിട്ടും. ഈ കരി മാത്രമല്ല കേട്ടോ, നമ്മൾ തുരുമ്പെടുത്തിട്ടുള്ള ഇരുമ്പിൻ്റെ പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഉപ്പിടുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് തുരുമ്പും മാറിക്കിട്ടുവേ. അപ്പോൾ ഇതിപ്പം നല്ലോണം കഴുകിയിട്ട് സ്ക്രബ് ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്നങ്ങ് ചൂടാക്കി എടുക്കാം. അതിൻ്റോടൊപ്പം തന്നെ ആ ഒരു ചീനച്ചട്ടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്നങ്ങ് ആക്കി കൊടുക്കാം. ഈ ഒരു ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ പെട്ടെന്ന് തുരുമ്പിക്കാൻ കാരണം എന്താണെന്നോ, നമ്മളിത് നനവോട് കൂടിയിട്ട് ഷെൽഫിൻ്റെ ഉള്ളിൽ വെക്കുന്ന സമയത്താണ്. നമ്മളെപ്പോൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ആയിക്കോട്ടെ ദോശക്കല്ലായിക്കോട്ടെ യൂസ് ചെയ്ത് കഴുകി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സ്റ്റൗവിൽ വെച്ചോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടോ ഒന്നങ്ങ് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇതുപോലെ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ചീനച്ചട്ടിയുടെയും ദോശക്കല്ലിൻ്റെയും ഒക്കെ പിടിക്കുന്ന ആ ഒരു ഭാഗങ്ങളുണ്ടല്ലോ, ആ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എണ്ണ തടവി കൊടുക്കണേ. എന്നിട്ട് നല്ലോണം ഒന്നങ്ങ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കല്ലും ആ ഒരു ചീനച്ചട്ടിയൊക്കെ ചൂടായാൽ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക.
ഞാനിപ്പോൾ സ്റ്റൗന്ന് എടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്നങ്ങാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഷെൽഫിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രങ്ങൾ എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തോട് കൂടിയിട്ട് നമ്മളിത് അടച്ചു വെക്കുകയോ സ്റ്റോർ ചെയ്ത് വെക്കുകയോ ഒന്നും ചെയ്യരുത്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കുക. അതും ചൂടാക്കി എടുക്കുക തന്നെ ചെയ്യുക. സ്റ്റൗവിൽ വെച്ചിട്ടാകുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഓയിൽ തടവി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രങ്ങൾ ഒരിക്കലും തുരുമ്പിക്കില്ല കേട്ടോ. അപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയും ദോശക്കല്ലൊക്കെ എളുപ്പത്തിൽ തുരുമ്പിച്ചതും കരി പിടിച്ചതൊക്കെ ക്ലീൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ഇനി നമുക്ക് പുതിയതായിട്ട് വാങ്ങിക്കുന്ന അയൺ പോട്ടൊക്കെ ഉണ്ടാവില്ലേ, വാങ്ങിയ ഉടനെ തന്നെ എന്തായാലും നമുക്ക് ആ ഒരു അയൺ പോട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. മൺചട്ടിയൊക്കെ പോലെ തന്നെ അത് നമുക്ക് മയക്കിയെടുക്കണം. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു അയൺ പോട്ട് മയക്കിയെടുക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് ഇതിലുള്ള സ്റ്റിക്കർ എങ്ങനെ ഇളക്കിയെടുക്കുന്നത് കാണാം. പുതിയ പാത്രത്തിൽ നിന്ന് സ്റ്റിക്കർ ഇളക്കിയെടുക്കാൻ അധിക പേരും സ്ക്രബ്ബറും ലിക്വിഡൊക്കെ ഇട്ട് തേച്ചൊരച്ച് അതിൻ്റെ പശയൊക്കെ എല്ലായിടത്തും ആക്കാറായിരിക്കും പതിവ്. എന്നാൽ എളുപ്പത്തിൽ നമുക്ക് ഏതൊരു പാത്രത്തിൽ നിന്നും പുതിയതായിട്ടുള്ള സ്റ്റിക്കർ ഇളക്കിയെടുക്കാൻ ആദ്യം സ്റ്റൗവിൽ ഇത് വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങ് ചൂടാക്കിയെടുക്കാം. പാത്രം ചൂടാകുന്ന ആ ഒരു സമയത്ത് എളുപ്പത്തിൽ നമുക്ക് ആ ഒരു സ്റ്റിക്കർ ഇളകി വരുവേ. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു പാത്രം നല്ലോണം ഏതെങ്കിലും ഡിഷ് വാഷിംഗ് ലിക്വിഡും ഇട്ടിട്ട് സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് തേച്ചൊരച്ച് കഴുകിയെടുക്കാം ആദ്യം. എന്നിട്ട് നമുക്ക് വീണ്ടും സ്റ്റൗവിൽ വെച്ചിട്ട് ഇതെങ്ങനെയാണ് മയക്കിയെടുക്കുന്നതെന്ന് കാണാം. അയൺ പോട്ടിൽ കുക്ക് ചെയ്തെടുക്കുന്ന ഫുഡിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നോമ്പൊക്കെയല്ലേ വരുന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയ ഈ ഒരു അയൺ തവ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചിക്കനും കാര്യങ്ങളൊക്കെ റോസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതായിരിക്കുമല്ലോ, അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ അധികം സോഫ്റ്റ് അല്ലാത്ത ഹാർഡായിട്ടുള്ള സ്ക്രബ്ബർ എടുക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ വെച്ചിട്ട് ഇതൊന്നങ്ങ് കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് വീണ്ടും ഇതൊന്നങ്ങ് ചൂടാക്കി എടുക്കുക. ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ലിക്വിഡൊക്കെ ഇട്ട് നല്ലോണം തേച്ചൊരച്ച് കഴുകിയിട്ടാണ് ഈ ഒരു അയൺ പോട്ട് ചൂടാവാൻ വെച്ചത്. എന്നിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത സമയത്ത് അത് നോക്കൂ, ആ ഒരു ഓയിലിൻ്റെ കളറ് മാറി ബ്ലാക്ക് ആകുന്നത് കണ്ടോ. ഇനി ഇത് ചൂടായതിന് ശേഷം ഒരു സവാള കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി ഭാഗം ഒരു ഫോർക്കിലെങ്ങാനും ഇതുപോലെ കുത്തി കൊടുക്കുക. എന്നിട്ട് ആ ഒരു സവാള വെച്ചിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്നങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുറച്ച് കൂടുതൽ സമയം ഇതുപോലെ ഒന്നങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പാത്രത്തിൻ്റെ എല്ലായിടത്തും എത്തുന്ന തരത്തിൽ കണ്ടില്ലേ, അതിൽ നിന്ന് കരി ഇളകി വരുന്നത് അത് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കരി മുഴുവനായിട്ട് പോകുന്ന സമയം വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് തുടരണം. എന്നിട്ട് ഒരു പ്രാവശ്യം ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ ഒരു പാത്രം ഒന്നുകൂടി ലിക്വിഡ് ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ തേച്ചൊരച്ച് കഴുകുക. എന്നിട്ട് വീണ്ടും സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. സ്റ്റൗ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എണ്ണയായാലും കുഴപ്പമില്ല, ഓയിലായാലും കുഴപ്പമില്ല, അത് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഒരു സവാള കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എത്ര പ്രാവശ്യം നമ്മളത് ചെയ്തിട്ട് ആ ഒരു സവാള ക്ലീൻ ആയിട്ട് വരുന്നുണ്ടോ അത്രയും പ്രാവശ്യം ഇത് ചെയ്ത് കൊടുക്കണേ. എനിക്കിതിപ്പോൾ 3 പ്രാവശ്യം ചെയ്ത ഉടനെ തന്നെ അത് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലീൻ ആയതിനു ശേഷം നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇനി അത് യൂസ് ചെയ്യാൻ പറ്റുക, കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഏറ്റവും നല്ലത് ആദ്യം എന്തെങ്കിലും ദോശമാവോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വെജിറ്റബിൾസ് കട്ട് ചെയ്തതിൻ്റെ പീൽ ചെയ്ത തൊലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുന്ന പോലെയൊക്കെ ആക്കി എടുത്തിട്ട് പിന്നീട് നമ്മൾ ഒറിജിനലായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം പുതിയ ഇരുമ്പ് ചട്ടി എങ്ങനെയാണ് എളുപ്പത്തിൽ മാക്കിയെടുക്കുന്നതെന്നും യൂസ് ചെയ്തുകൊണ്ടിരുന്ന തുരുമ്പിച്ചതൊക്കെ ആയിട്ടുള്ള ഇരുമ്പ് ചട്ടി എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്നുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുപോലുള്ള ക്ലീനിങ് ടിപ്സും ഈസി റെസിപ്പീസ് ഒക്കെ കാണാൻ നമ്മൾ അച്ചസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.